നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ പൊതുവെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട ചുമതലകൾ വർദ്ധിക്കുവാനും ഒരുപക്ഷെ പല ദിവസങ്ങളിലും രാത്രിയിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഈ സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. ആരാധനാലയ ദർശനവും പുണ്യതീർത്ഥങ്ങളും യാത്രകളും വിനോദയാത്രകളൊക്കെ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനായിട്ട് നിയമസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വാസ്തവ വിരുദ്ധമായിട്ടുള്ള പല തോന്നലുകളും വന്നു ചേരുമെങ്കിലും സുതാര്യതയുള്ള സമീപനം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ബന്ധുമിത്രാദികൾ പലരും വിരോധികളായിത്തീരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുള്ളതിനാൽ വിദേശ ഉദ്യോഗത്തിൽ നിന്നും അവധിയെടുത്തോ താൽക്കാലികമായിട്ടോ ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള സാഹചര്യം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഏറ്റെടുത്ത ദൗത്യത്തിന് പലപ്പോഴും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കാത്തതിനാൽ അവധി ദിനത്തിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സന്ധി സംഭാഷണത്തിൽ പരാജയമുണ്ടാകുവാനിടയുണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഒരു പക്ഷേ വിദഗ്ധ പരിശോധന വേണ്ടി വരുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ടും ശസ്ത്രക്രിയ കൊണ്ടും രോഗവിമുക്തി വരുവാനിടയുണ്ട്. പൊതുവെ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ മെയ് മാസത്തിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് വഴി കടം വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാൻ സാധ്യതയുണ്ട്. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനും കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.